ഹലോ, ഞാൻ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് CBSEയുടെ 4, 5, 6 ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ, മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ സംഭവങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. കുഞ്ഞുങ്ങളെ, നമ്പർ നെയിം എഴുതണം, ഇന്ത്യൻ സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം, ലാർജസ്റ്റ് നമ്പറും സ്മാളസ്റ്റ് നമ്പറും, പ്ലേസ് വാല്യൂ, എക്സ്പാൻഡഡ് നൊട്ടേഷൻ, റൗണ്ട് ഓഫ് അതായത് നിയറസ്റ്റ്, റോമൻ നമ്പർ, സക്സസർ, പ്രെഡിസിസർ, അസെൻഡിങ്, ഡിസെൻഡിങ്, ഇത്രയാവും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ കിടക്കുന്നത് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് സമാധാനത്തെ നോക്കണം, നമുക്ക് അത്രയും സമയമില്ല. ഈ 10 എണ്ണമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ. ഞാൻ ഈ 3 ക്ലാസ്സിൻ്റെയും ടെസ്റ്റിനകത്തിലെ കണ്ടതാണ്. 4, 5, 6 CBSEയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇത് ഇത്രയാണ് കിടക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇത് കാണും കേട്ടോ. അപ്പം നമുക്ക് നമ്പർ നെയിം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ നിങ്ങളെ ഈ 1s, 10s, 100 ഇത് നല്ലപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. 1s, 10s, 100, 1000 സ്പെല്ലിങ് ഇതാണ്ട് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1000 കഴിഞ്ഞാൽ പിന്നെ എന്താണ് 10,000, TEN കൂടെ 10,000 അല്ലേ. പിന്നെ വൺസ് ഇവിടെ ഡിജിറ്റ് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട്. 1s, 10s, 100, 1000, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. മിനിമം നിങ്ങൾക്ക് ഇത്ര എണ്ണത്തിൻ്റെ സ്പെല്ലിംഗ് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര എഴുതി വെച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കും, പ്ലേസ് വാല്യൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കേട്ടോ. പ്ലേസ് വാല്യൂ അതൊരു വലിയ സംഖ്യയുടെയാണ് എഴുതേണ്ടത്. അതായത് ഞാൻ കാണിക്കാം കുഞ്ഞുങ്ങളെ. ആദ്യം നമുക്ക് പ്ലേസ് വാല്യൂ, ഇപ്പോൾ ഇതിൻ്റെ സംശയം നിങ്ങൾ ആ സ്പെല്ലിങ് നല്ലപോലെ കേട്ടോ സമയം എടുത്ത് ഇത് ഇത്ര എണ്ണത്തിൻ്റെ സ്പെല്ലിങ് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ഇനി നമ്മൾ ഒന്നാമത് പഠിക്കാൻ പോകുന്നത് പ്ലേസ് വാല്യൂ, PLACEVALU, പ്ലേസ് വാല്യൂ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ 6, 8, 4, 3, 7, 6, 5 എന്ന് പറയുന്ന ഒരു സംഖ്യ തരിക. ഇതിൻ്റെ 8ന് ഒരു റൗണ്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് 8 മാറ്റിയിട്ട് ടെസ്റ്റ് നോക്കിയാൽ അറിയാം, അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതാനാണ് ചോദിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് സർക്കിൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതാനാണ് ചോദിക്കുന്നത്. എങ്ങനെ എഴുതും? 1s എപ്പോഴും ഇങ്ങോട്ട് വേണം ചെല്ലാൻ, പ്ലേസ് വാല്യൂ എപ്പോഴും ലെഫ്റ്റിലോട്ട് വേണം ചെല്ലാൻ. അപ്പോൾ എന്താ 1s, 10s, 100, 1000, 10,000, ലാക്ക്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? 8 ലാക്ക് എന്ന് തന്നെ എഴുതണം കേട്ടോ. 8 ഒന്നിൽ കൂടുതൽ ലാക്സ്, 8 ലാക്സ് എന്ന് എഴുതണം. ഇതിനെയാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഒരെണ്ണം കൂടെ പറയാം. എന്താണ്? 9, 4, 6, 5, 7, 8, 2 എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇവിടെ നമ്മളോട് ചോദിക്കുക എന്താ 9ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? അപ്പം നമ്മൾ എന്തോ ചെയ്യണം? എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് തന്നെ ചെല്ലണം. മിക്കവാറും ഉള്ളവരെല്ലാം ഇങ്ങോട്ടിരുന്ന് ചെല്ലുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്. എത്രയാണ്? 10 ലാക്ക്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 90 കേട്ടോ. 10 ആകുമ്പം 90 ലാക്സ് ആണ് പ്ലേസ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതണം. ഇനി 8ൻ്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? 8 1s, 10s. അപ്പം 8 10s എന്ന് എഴുതണം. ഇത് മറക്കല്ലേ. ഇപ്പോൾ 5 ചോദിക്കുന്നെങ്കിലോ 1s, 10s, 100, 1000, 5,000 എന്നാണ് പ്ലേസ് വാല്യൂ. ഒന്നാമത്തെ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒന്ന് പ്ലേസ് വാല്യൂ പഠിച്ചല്ലോ. ഇതിൻ്റെ 1s, 10s, 100 ചെല്ലുമ്പോൾ എവിടാണോ നമ്മളോട് ചോദിക്കുന്നത് അവിടുത്തെ വേണം എഴുതി വെക്കാൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പ്ലേസ് വാല്യൂ കേട്ടോ. ഒന്ന് ഓക്കെ ആണല്ലോ. അപ്പം ഫസ്റ്റ് ഇതാണ് പ്ലേസ് വാല്യൂ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്പെല്ലിങ് അറിയണമെന്ന് കേട്ടോ. അത് ഞാനിവിടെ നിന്ന് ക്ലാസ് എടുത്തപ്പോൾ എഴുതിയുള്ളൂ. 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ. ഇത് നമ്മൾ ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. അതിൽ ഇന്ത്യൻ സിസ്റ്റമാണ് ഈ കൊടുത്തേക്കുന്നത്. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് ഒന്നും കൂടി ഈ പറയുമ്പം ശ്രദ്ധിക്കണം. ഇന്ത്യൻ സിസ്റ്റത്തിൽ 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ എന്ന് പറയും. ഇനി നിങ്ങളോട് പെട്ടെന്ന് ഈ ലാക്കിൽ എത്ര 0 ഉണ്ട്
കേട്ടോ. ലാക്കിൽ എത്ര സീറോ അത് നിങ്ങൾ ഓർത്തണം. വൺസ് തന്നെ അല്ലേ. ടെൻസിൽ 1 സീറോ, 100-ൽ 2 സീറോ. ഇത് ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, പിന്നീട് നിങ്ങൾക്ക് ഉപകരിക്കും. 100-ൽ 2 സീറോ, 1000-ന് 3 സീറോ, 10,000-ന് 4 സീറോ, ലാക്കിന് 5 സീറോ. ഇതൊക്കെ ഓർത്തിരുന്നോണ്ടേ നിങ്ങളെ. ലാക്കിന് 5 സീറോ, 10 ലാക്കിന് 6 സീറോ, ക്രോറിന് 7 സീറോ. ഇത് ഈ സീറോ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കണം, കാരണം ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ നമുക്കത് വേണം കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ലാക്സിൽ എത്ര സീറോ ഉണ്ട്? 5 സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും 1 2 3 4 5 സീറോ ലാക്ക് കേട്ടോ. അതൊക്കെ നമ്മൾക്ക് ഇച്ചിരി ബുദ്ധിയുള്ള പിള്ളേരുടെ അടുത്തൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നേക്കാം, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതൊക്കെ ആണല്ലോ. നമ്മളുടെ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ നോക്കണേ നിങ്ങളെ. ഇനി നോക്കിക്കേ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പിൻ ചെയ്ത് വെച്ചതെന്ന് വെച്ചാലേ അല്ല, ഓർഡർ മാറ്റണ്ടെന്ന് വിചാരിച്ചാണ് പിൻ ചെയ്ത് വെച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നോക്കൂ നിങ്ങളെ, സ്മാളസ്റ്റ് നമ്പറും ലാർജസ്റ്റ് നമ്പറും. എന്താണ് സ്മാളസ്റ്റ് ഡിജിറ്റും? ഒരു ഡിജിറ്റുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് 1 ഡിജിറ്റുള്ള ഏറ്റവും ചെറിയ സംഖ്യ 1ഉം ഏറ്റവും വലുത് എത്രയാണ്? 10ഉമാണ് കേട്ടല്ലോ. 9ഉമാണ് കേട്ടോ. 9. ഒരു ഡിജിറ്റ് ഉള്ളത് 1 സ്മാളസ്റ്റും ലാർജസ്റ്റ് 9ഉമാണ് കേട്ടോ. 2 ഡിജിറ്റ് ഉള്ളത് സ്മാളസ്റ്റ് 10ഉം ലാർജസ്റ്റ് 99ഉമാണ്. പിന്നെ 3 ഡിജിറ്റ് ഉള്ളത് കണ്ടോ, 3 ഡിജിറ്റ് 100, 3 9. ഇനി ഈ ക്ലൂ നിങ്ങളങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഈ ലാർജസ്റ്റ് നമ്പറിന് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അടുത്തെല്ലാം പറയുന്നത് നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെക്കുക. എത്ര ഇപ്പം നമ്മളോട് ചോദിക്കുക 7 ഡിജിറ്റ് ഉള്ള ലാർജസ്റ്റ് നമ്പർ എന്ത് എഴുതിയാൽ മതി? 7 9 അങ്ങിട്ട് വെച്ചാൽ മതി കുഞ്ഞുങ്ങൾ. 7 9 എളുപ്പമല്ലേ. ഇപ്പോൾ 8 ഡിജിറ്റ് ഉള്ള ലാർജസ്റ്റ് നമ്പർ 8 ഡിജിറ്റ് ലാർജസ്റ്റ് എന്നാണോ? എന്നാൽ 8 9 അങ്ങ് ഇട്ട് വെച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ലാർജസ്റ്റും സ്മാളസ്റ്റും നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ലാർജസ്റ്റ് എങ്ങനെയാ? എത്ര ആണോ നമ്മളിപ്പോൾ 5 ഡിജിറ്റ് ഉള്ള വലിയ സംഖ്യ 5 9 കേട്ടോ. ഇപ്പോൾ 3 ഡിജിറ്റുള്ള ഏറ്റവും വലിയ സംഖ്യ 3 9. അത് സംഭവം പിടികിട്ടിയോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ സ്മാളസ്റ്റ് അറിയാൻ എന്തോ ചെയ്യണം? നമ്മളോട് ഇപ്പോൾ 5 ഡിജിറ്റുള്ള സ്മാളസ്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 0 1 കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്താ ചോദിച്ചത്? സ്മാളസ്റ്റ് ഡിജിറ്റ് 5 ഡിജിറ്റ് സ്മാളസ്റ്റ് നമ്പർ ചോദിച്ചാൽ എന്താണ്? 5 ഡിജിറ്റ് ഉള്ളത് 1 2 3 അല്ലേ. ആ ചോദിക്കുന്നതിൽ നിന്ന് ഒന്നങ്ങ് കുറയ്ക്കണം. അപ്പോൾ സ്മാളസ്റ്റ് 5 ഡിജിറ്റ് ആകുമ്പോൾ 4 0 1 മൊത്തവും കൂടെ 5 എണ്ണം ആയിരിക്കണം കേട്ടല്ലോ. അത് തിരിഞ്ഞു പോകല്ലേ. ഇത് മൊത്തവും കൂടെ നമ്മളോട് 5 ഡിജിറ്റ് ആയതുകൊണ്ട് 5 എണ്ണം കാണണം. അതായത് 4 0 1. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഭാഷയൊക്കെ? ഇല്ലെങ്കിൽ പറയണേ, ഞാൻ ഒന്നേ കൊണ്ട് ദൃഢമായിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് ലാർജസ്റ്റ് 5 ഡിജിറ്റാണ് ചോദിക്കുന്നെങ്കിൽ 5 9 അങ്ങിട്ട് കൊടുക്കണം. ലാർജസ്റ്റ് 6 ഡിജിറ്റാണ് ചോദിക്കുകയാണെങ്കിൽ 6 9 അങ്ങിട്ട് വെക്കണം കേട്ടോ. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ലാർജസ്റ്റ് ആണെങ്കിൽ എത്ര ആണോ ചോദിക്കുന്നത് അത്രയും 9 ഇട്ട് വെക്കുക. സ്മാളസ്റ്റ് ആണോ ചോദിക്കുന്നത് എത്ര ആണോ നമ്മളോട് ചോദിക്കുന്നതിൻ്റെ ഒന്ന് കുറച്ചെന്ന് വെച്ചാൽ എന്താ? ഇപ്പം 7 ഡിജിറ്റ് ഉള്ള ലാർജസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 0 ഇട്ട് കൊടുത്തിട്ട് 1 കൊടുത്താൽ മതിയെന്ന് കേട്ടോ. മനസ്സിലായി കാണും. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കി തന്നെ പോകണേ കുഞ്ഞുങ്ങളെ എക്സാമിന്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിൽ കിടപ്പുണ്ട്. ഇപ്പം 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ എങ്ങനെയാണ് ചോദിക്കുന്നത്? 999 + 1 ഡാഷ്. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ കണ്ടതുകൊണ്ടാണ് ഞാനിത് എഴുതി വെച്ചത്. ഇത് ഇങ്ങനെ നേരിട്ടല്ല നിങ്ങളോട് ചോദിക്കുന്നത്. എന്താ? ആഡ് ചെയ്ത 999 പിന്നെ +1 ഡാഷ് 1 മാർക്കിൻ്റെ ചോദ്യം. അപ്പം എന്ത് ചെയ്യണം? കൂട്ടി തന്നെ എഴുതി വെക്കണം കേട്ടോ. ഇതുപോലെ കൂട്ടി തന്നെ എഴുതി വെക്കണം. ഇനി അത് പോട്ടെ, ഇനി ഞാൻ വേറെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് സംശയമൊന്നുമില്ലല്ലോ. പോസ് ചെയ്തിട്ടിട്ട് കാണണേ നിങ്ങളെ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെയാണ് ഇന്ത്യൻ സിസ്റ്റം. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഓർഡർ അറിയണം. അതിപ്പം നമ്മൾ പറഞ്ഞതാണ്. ഏതാ നോക്കിയോ നിങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ. സ്പെല്ലിങ് നല്ലപോലെ നോക്കണേ. സ്പെല്ലിങ് മിക്കതും എഴുതി വെക്കുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. കണ്ടോ? ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ കണ്ടോ അതെങ്ങനെ എഴുതുവന്ന് കണ്ടല്ലോ. ഇനി ഇതിൻ്റെ സ്ഥാനവില, അതായത് പ്ലേസ് വാല്യൂ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ പ്ലേസ് വാല്യൂ അല്ലേ എങ്ങനെയാണ്? 9 ones ആണ്. 3 എന്ന് പറയുന്നത് 10s ആണ്. പിന്നെ 6 എന്ന് പറയുന്നത് 100 ആണ്. 7 എന്ന് പറയുന്നത് 1000 ആണ്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം എത്ര ആണോ നമ്മൾ മുമ്പ് പ്ലേസ് വാല്യൂ പറഞ്ഞത് അത് വെച്ച് തന്നെ ഇങ്ങനെ എഴുതണം
കേട്ടോ. നിങ്ങളിത് പോസ് ചെയ്തിട്ട് ആ സീറോ ഒക്കെ ഇത് കണ്ടോ, കാണുമ്പോൾ മനസ്സിലാവത്തില്ലയോ നിങ്ങളെ? കേട്ടോ. എത്ര ഇപ്പോൾ 5 എന്ന് പറയുന്നത് എത്ര? 5 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എത്ര? ലാക്കിലല്ലേ? 1s 10s 100 1000 10,000 ലാക്ക്. 5 ലാക്ക് എൻ്റെ 0 എത്ര ഉണ്ടെന്ന് എണ്ണുമ്പോഴേ നമുക്കറിയില്ല കേട്ടോ. അത് മുമ്പ് പറഞ്ഞല്ലോ. ഇനി ഇത് നിങ്ങളോട് ചോദിക്കുന്നത് കോമ ഇട്ട് എഴുതാനാണ്. ഇന്ത്യൻ സിസ്റ്റം കോമ ഇട്ട് എഴുതാൻ. ഇത് ഞാൻ നേരത്തെ ഒന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരച്ചൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. നേരത്തെ ഒരു ലിങ്ക് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് 1-2 പേര് ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇട്ടത്. നോക്കൂ നിങ്ങളെ, കോമാസ് ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റിൽ നിന്നാണ് ഇങ്ങോട്ടാണ് എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടാണ്. ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇടത്തെ കയ്യിൽ ഇടത്തോട്ടാണ് ഇത് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ സിസ്റ്റത്തിൽ ആദ്യമേ 3 പിന്നെ 2 2 2 എന്നും പറഞ്ഞ് ഇങ്ങോട്ടാണ് പോകുന്നത്. മനസ്സിലായോ? ആദ്യത്തെ ലെഫ്റ്റിലോട്ടാണ് വരയ്ക്കേണ്ടത്. ആദ്യമേ 3 പിന്നെ 2 2 എന്നും പറഞ്ഞ് ലെഫ്റ്റിലോട്ടാണ്. അപ്പം നമ്മൾ എങ്ങനെ വായിക്കും? ഇന്ത്യൻ ആവുമ്പോൾ നമുക്കറിയാം അല്ലേ? 1s 10s 100 1000 10,000 ലാക്ക് 10 lakhs crore 3 crores 45 lakh 87,000 അല്ലേ? 639. അത് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സംഖ്യ തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ കോമ ഇടാൻ മാത്രം ചിലപ്പോൾ 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ കോമാസ് തിരിഞ്ഞു പോകല്ലേ നിങ്ങൾ? എന്തുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്? ഒരു ഇന്ത്യനും ഇൻ്റർനാഷണലും ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അത് തിരിഞ്ഞു പോകല്ലേ ഇത് കേട്ടോ. ഇന്ത്യനിൽ എന്താണ്? ആദ്യമേ 3 2 2 2 എന്നും പറഞ്ഞാൽ കേട്ടോ. അത് മിക്കവാർക്കും തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. ലാസ്റ്റിൽ 3 2 2 2 എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ ആണോ? ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ കോമയാണ് നമുക്ക് പ്രധാനം. അത് പറയാനറിയണം. 1s 10s 100 എന്ന് പറയാനറിയണം. പിന്നെ ഇതിൻ്റെ കോമാസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ നമ്മളോട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ എഴുതാൻ എക്സ്പാൻഡഡ് ഫോമും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഡിജിറ്റ് തന്നിട്ട്, ഇപ്പോൾ നോക്കിയേ ഒരു ഡിജിറ്റ് തന്നിരിക്കുകയാണ്, നിങ്ങളതിനെ എക്സ്പാൻഡഡ് ഫോമിലോട്ട് മാറ്റാൻ എങ്ങനെ എഴുതും? അതിൻ്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ 3 എഴുതുക. എളുപ്പവഴി പറയുവാണേ. ആദ്യം എന്താണ്? 3 ആണ്. ആ 3 എഴുതുക. ആ 3 കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7. എത്ര നിങ്ങളെ? ആദ്യമേ 3 എഴുതുക, എന്നിട്ട് ഇൻറ്റു ഇട്ട് കൊടുക്കുക. 3 കഴിഞ്ഞ് ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് എത്ര? 1 2 3 4 5 6 7. 7 സംഖ്യയുണ്ട്. അപ്പോൾ 7 0 ഇട്ട് കൊടുക്കുക. എന്താണ്? 1 ഇട്ടിട്ട് എത്രയാണ്? 7 0 അങ്ങ് ഇട്ട് കൊടുക്കുക. സംഭവം പിടികിട്ടിയോ? എന്നിട്ട് പ്ലസ്. പിന്നോ അടുത്ത സംഖ്യ എഴുതുക. 4 എഴുതിയിട്ട് ഇൻറ്റു ഇടുക. അത് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടോ അത്രയും 0 ഇടുക, പ്ലസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏതാ? ഓരോന്നും എഴുതി കഴിയണ്ടേ? കണ്ടോ? ഇത് ഹൈഡ് ചെയ്യുക. ഇത് കഴിഞ്ഞു. അടുത്ത ഏതാ? 5 കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? 1 2 3 4 5. 5 കഴിഞ്ഞിട്ട് 5 0 ഉണ്ട്. ഈ 1 കേട്ടോ. ഇത് ഓർത്തോടെ ഞാൻ എളുപ്പവഴി പറയുന്നെങ്കിലും പ്ലസ്. പിന്നെ 8 ഹൈഡ് ചെയ്യുക. ബാക്കി എത്ര ഉണ്ടോ അത്രയും 0. ഇതിപ്പോൾ സംഭവം പിടികിട്ടിയോ? വേണ്ടേ? ഇത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം എത്ര ഉണ്ട്? 1 2 3 4 5 6 7. ഇവിടെ 7 0 6 5 4 3 2 0. 2 കഴിഞ്ഞാൽ 1 0 1. ഇത് 1 1s 10s 100 1000 10,000 ലാക്ക് 10 lakh crore. ഇപ്പോൾ പിടികിട്ടിയോ? എളുപ്പമുണ്ടോ? പക്ഷേ ഈ ഇൻറ്റും പ്ലസ്സും ഇടുന്നത് തിരിഞ്ഞു പോകരുത്. ഇത് ഇങ്ങനെയല്ല സത്യത്തിൽ എഴുതുന്നത്, നിരത്തിയാണ് എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതാണ്. നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെങ്കിലും അങ്ങ് എഴുതി വെക്കണം കേട്ടോ. അതായത് 3 ഇൻറ്റു എത്ര 0 ഉണ്ടോ അത് ഇതുപോലെ എഴുതുക, പ്ലസ് 4 ഇൻറ്റു എത്രയെന്ന് വെച്ചാൽ എഴുതുക കേട്ടോ. അങ്ങനെ തന്നെ എഴുതണം. ഇതാണ് ഇന്ത്യൻ സിസ്റ്റവും അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമും. ഇന്ത്യൻ സിസ്റ്റത്തിലെ കോമയാവും ഞങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നത്. അതുപോലെ എക്സ്പാൻഡഡ് ഫോമും ചോദിക്കും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഇൻ്റർനാഷണൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. എന്താണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നോക്കിക്കേ. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേത് പഠിച്ചതുപോലെ അല്ല. എന്താണ് നോക്കൂ. 1s 10s 100 1000 10,000 വരെ ഓക്കെയാണ്. നമ്മുടെ ഇന്ത്യൻ ഇത് വെച്ച് 10,000 വരെ ഓക്കെ ആവും ഞങ്ങളെ. ബാക്കി നോക്കിയേ, നമ്മൾ മറ്റ് ഇന്ത്യയിൽ 10,000 കഴിഞ്ഞാൽ പിന്നെ ലാക്കാണ്. പക്ഷേ ഇൻ്റർനാഷണലിൽ ലാക്കില്ല, പകരം 100,000 ആണ്. എന്താണ്? ഇൻ്റർനാഷണലിൽ ലാക്കില്ല, പകരം 100,000. പിന്നെ ഏതാ? മില്യൺ 10 മില്യൺ 100 മില്യൺ പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോവുകയാണ്.
ഈ ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. 1s 10s 100 1000 10,000 100,000 മില്യൺ 10 മില്യൺ എന്നുള്ള ഓർഡർ കറക്റ്റായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് തരുന്ന ഡിജിറ്റ് നോക്കിക്കേ, തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ കോമാസ് അറിഞ്ഞിരിക്കണം കുഞ്ഞെ. മറ്റേതെന്തായിരുന്നു 3 2 2 2 എന്നും പറഞ്ഞ് ലെഫ്റ്റിലോട്ട് പോവുകയാണ് ആരുടെയാ ഇന്ത്യൻ സിസ്റ്റത്തിൽ. പക്ഷേ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലോ 3 3 3 3 എന്നും പറഞ്ഞ് ലെഫ്റ്റിലോട്ട് പോകുന്നത് കേട്ടോ. 3 ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറയുന്നത് ഒരു വീട്ടിൽ 3 പേര് വെച്ചാണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലുള്ളത്. ആ സംഖ്യ എഴുതിയിട്ട് അവരുടെ വീട്ടുപേരും എഴുതണമെന്നാണ് ഞാൻ ക്ലൂ പറഞ്ഞു കൊടുത്തത്. എന്താ നിങ്ങളെ ഇതിനെ നമ്മൾ നമ്പർ നെയിമിലോട്ട് മാറ്റുമ്പോൾ സംഖ്യ എഴുതുക, എന്നിട്ടെന്താ അവരുടെ വീട്ടുപേര് എഴുതുക. അത് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നോക്കാം. 1s 10s 100 1000 10,000 100,000 മില്യൺ 10 മില്യൺ അല്ലേ. എത്ര മില്യൺ ആണ് ഇവിടെ? 10 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര അവിടെ എത്ര റൗണ്ട് ഇട്ടേക്കുന്നത്? 34 അല്ലേ. അപ്പം നമ്മൾ അത് എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ. 34 എന്ന് എഴുതിയിട്ട് അതിൻ്റെ വീട്ടുപേര് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വീട്ടുപേരെന്താ? മില്യൺ എന്നാണ്. 34ൻ്റെ വീട്ടുപേര് മില്യൺ. അതായത് 1s 10s 100 1000 10,000 100,000. കുഞ്ഞെ ഇവിടെ ലാക്കില്ലാത്ത ഇൻ്റർനാഷണൽ ലാക്കില്ല, പകരം 100,000 ആണ്. പിന്നെന്താണ്? മില്യൺ ആണ്. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? നമ്മുടെ ജോലി ആദ്യമേ സംഖ്യ എഴുതുക, ഡിജിറ്റ് ഏതാണോ അത് എഴുതുക. കാരണം ഓരോരുത്തരെയും ഓരോ വീട്ടിലാക്കി. അതായത് ഫസ്റ്റ് 3 ഇവിടെ 3 വരാതെ ഇങ്ങോട്ട് സംഖ്യകളില്ലാത്ത കൊണ്ടാണ് ഉള്ളത് അങ്ങ് റൗണ്ട് ഇട്ടത്. അപ്പോൾ 34 എന്ന് എഴുതിയിട്ട് മില്യൺ. അടുത്ത നോക്കിക്കേ, അടുത്ത സംഖ്യ എഴുതുക. 587 ആണ്. 587 എന്നുള്ളത് വീട്ടുപേരെന്താ? 1000 ആണ് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? 1s 10s 100 1000 10,000 100,000 1000ൻ്റെ വീടായതുകൊണ്ട് നമ്പർ എഴുതിയിട്ട് എന്താ അവരുടെ 587 എന്നുള്ളത് 1000ൻ്റെ ആദ്യമേ ഡിജിറ്റ് എഴുതുക, പിന്നെ അവരുടെ വീട്ടുപേര് എഴുതുക. ഇങ്ങനെയുണ്ട്, എളുപ്പമല്ലേ. 639 639. ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഇൻ്റർനാഷണലിൻ്റെ ഈ ഫോം ആദ്യമേ പഠിക്കുക കേട്ടോ. എന്നിട്ട് ഇന്ത്യനിലാണെങ്കിൽ 3 2 2 2 എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇൻ്റർനാഷണലാണെങ്കിൽ 3 3 3 3 എന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഇല്ലാഞ്ഞത്? ഇങ്ങോട്ട് സംഖ്യകളില്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ 2 ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ഇത് നമ്പർ ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ആദ്യമേ എന്ത് ചെയ്യണം? നമ്പർ എഴുതണം. നമ്പർ എഴുതിയിട്ട് അവരുടെ വീട്ടുപേര് എഴുതണം. എങ്ങനെയുണ്ട്? ക്ലൂ ഇഷ്ടപ്പെട്ടോ? എന്താണ്? ആദ്യമേ നമ്പർ എഴുതുക, നമ്പർ എഴുതിയിട്ട് അവരുടെയൊക്കെ വീട്ടുപേരും എഴുതി വെക്കുക. ഇങ്ങനെയാണ് ക്ലൂ പറഞ്ഞു കൊടുത്തത്. അത് ഒരുപാട് പേർക്ക് ഉപകരിച്ചിട്ടുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ത്യനും ഇൻ്റർനാഷണൽ. നമുക്ക് സമയപരിധി കൊണ്ടാണ് കേട്ടോ ഈ ചാപ്റ്റർ ഫുള്ള് ഒന്ന് ഓടിച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒട്ടും അറിയാൻ പറ്റാത്തവർ ആ ലിങ്ക് ഒന്നുകൂടെ കയറി കണ്ടാൽ മതി. നോക്കൂ നിങ്ങളെ, അടുത്ത നമ്മുടെ ചാപ്റ്ററിലാണ് സക്സസറും പ്രെഡിസിസറും. സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൂട്ടുക. ഏത് ഡിജിറ്റാണോ നമുക്ക് തന്നത് അതിൻ്റെ കൂടെ 1 കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര? 9846. എത്ര? 9847. ഇത്രയേ ഉള്ളൂ. ഇതുവരെയും തിരിച്ചെഴുതുന്നവരുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. സക്സസറും പ്രെഡിസിസറും അറിയാൻ വയ്യാത്തവരുണ്ട്. അതെന്താ നിങ്ങളെ? സക്സസർ എന്ന് വെച്ചാൽ 1 കൂട്ടുക കേട്ടോ. ഇവിടെ എത്ര ആണോ തന്നിരിക്കുന്നത്? 29 74 68 അല്ലേ. 1 കൂട്ടിയ 69. 19 86 9 അല്ലേ. 69 എന്നുള്ള എന്തായി? 70 ആയി കേട്ടോ. 70. അടുത്ത് നോക്കിക്കേ, 29 87 29 87 46 എന്നുള്ളത് 40. അതായത് 1 കൂടുക കേട്ടോ. എപ്പോഴും സക്സസർ എന്ന് വെച്ചാൽ 1 കൂടുക. നിങ്ങളിപ്പോൾ 4ാം ക്ലാസ്സിൽ ജയിച്ച് 5, 5ൽ നിന്ന് ജയിച്ച് 6, 6ൽ നിന്ന് ജയിച്ച് 7, അങ്ങനെ പറയത്തില്ല. ഓരോ ക്ലാസ്സല്ലേ കൂടുന്നത്, അതങ്ങ് ഓർത്താൽ മതി. എന്നാൽ അതിൻ്റെ നേരെ തിരിച്ചാവും നിങ്ങളെ. പ്രെഡിസിസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കുറയ്ക്കുക എന്നാണ്. പ്രെഡിസിസർ 1 കുറയ്ക്കുക. അതായത് 16 9 84ൽ നിന്ന് 1 പോയാൽ 83. അടുത്ത 29 7 4 6ൽ നിന്ന് 1 പോയാൽ 5. ഇവിടെ 18 7 4 6ൽ നിന്ന് 1 പോയാൽ 5. ഇവിടെ 11 57 4ൽ നിന്ന് 1 പോയാൽ 3. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. സക്സസറും പ്രെഡിസിസറും ഓക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. സക്സസർ എന്ന് വെച്ചാൽ 1 കൂട്ടുക, പ്രെഡിസിസർ എന്ന് വെച്ചാൽ 1 കുറയ്ക്കുക കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റോമൻ ലെറ്റർ. റോമൻ ലെറ്ററിൻ്റെതാണ് ഇത്. നിങ്ങൾ കാണാതെ പഠിക്കണം. 1 2 3 കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ബാക്കി പറയാൻ എളുപ്പമാണ്. ഞാൻ നോക്കിയോ നിങ്ങളെ, 10 എന്ന് വെച്ചാൽ എക്സ് ആണ്, 2x എന്ന് വെച്ചാൽ 20 ആണ്, 3x എന്ന് വെച്ചാൽ 30 ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്താണ് എക്സ് എന്ന് വെച്ചാൽ 10ൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ആരോ കൊടുക്കുന്നത്? എക്സ്, XX എന്ന് വെച്ചാൽ 20, XXX 30. ഇനിയാണ് തെറ്റിപ്പോകുന്നത്. 40 അല്ലെ 40K XL ആണ്. ഇതെല്ലാവർക്കും തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റുന്നിടം വരുമ്പോഴാണ് എടുത്തെടുത്ത് പറയുന്നത്. 40ൽ എന്താണ് 40K XL ആണ് കേട്ടോ. എന്താണ് XL. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
എന്താ 40 XL ആണെങ്കിൽ 50 എന്താ കുഞ്ഞുങ്ങളെ എല്ലാണ്, 50 എല്ലാണ്. അപ്പോൾ 60 LX, 70 LXX, 80 LXX, അതായത് XXX. എല്ലെന്ന് വെച്ചാൽ 50, 10 ഇതെന്താ 10, എക്സ് എന്ന് വെച്ചാൽ 10 അല്ലേ, അപ്പോൾ 50, 10 60, 10 70, 10 80. മനസ്സിലായോ? 10 വീതം കൂട്ടി 80. 90-ന് XC. നിങ്ങൾക്ക് ഈ തെറ്റുന്ന എവിടെയാണെന്നറിയോ? 40 മിക്കവാറും ഉള്ളവർക്ക് തെറ്റും. 40 എന്താണ്? XL ആണ് കേട്ടോ. അതുപോലെ തെറ്റുന്നതാണ് 60 മിക്കവാറും ഉള്ളവർക്കും തെറ്റുന്നുണ്ട്. ഈ XL 40 ആണെങ്കിൽ LX 60 കേട്ടോ. അതുപോലെ തന്നെ 90 തെറ്റുന്നുണ്ട്. 90 എന്ന് വെച്ച് കഴിഞ്ഞാൽ XC ആണ് 90 കേട്ടോ. ഇത് തെറ്റുന്നിടത്താണ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ 90, 100-ന് C കേട്ടോ. ഈ നമ്മൾ ആ പറഞ്ഞതിൻ്റെ കൂടെ എല്ലാം 1, 2, 3 ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ XC എന്ന് വെച്ചാൽ 90 ആണെങ്കിൽ അതിൻ്റെ കൂടെ 1, 2, 3 ഇട്ട് വെച്ചാൽ മതി. ഇത് തെറ്റരുത്. 100-ന് C ആണ്. അങ്ങനെ എന്താണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10, 20, 30, 40 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നല്ലപോലെ അറിഞ്ഞാൽ, ഇത് ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ 1, 2 കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ 100 വരെ എഴുതാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. പറ്റണം. ഇനി നമ്മളോട് 100, 200, 300 എന്ന് ചോദിച്ചാലോ, 100 C ആണ്, 200 2 C ആണ്, 300 എന്ന് വെച്ചാൽ 3 C ആണ്, 400 CD ആണ്, 500 D ആണ്, 600 DC ആണ്, 700 DCC ആണ്, 800 DCC ആണ്, 900-ന് CM ആണ്, 1000-ന് M ആണ് കേട്ടോ. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് സമാധാനത്തെ പഠിക്കണം നിങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമയം ഒരുപാട് ഇത് പോകുന്നുണ്ട്. നമുക്ക് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിനെ കുറിച്ചും പറയാം. അത് ക്ലൂ മാത്രം ഞാൻ പറഞ്ഞുതരാം, വാരി വലിച്ച് പഠിപ്പിക്കുന്നില്ല. അസെൻഡിങ് എന്ന് വെച്ചാൽ ഓർത്തോണം, ചെറുതിൽ സ്മാൾ ആദ്യം എഴുതിയിട്ട് അതിൽ വലുത്, അതിൽ വലുത്, അതിൽ വലുത്, അങ്ങനെ ബിഗ് വരെ എഴുതുന്നതാണ് അസെൻഡിങ് ഓർഡർ കേട്ടോ. അതായത് നമ്മുടെ 1, 2, 3, 4 എന്നുള്ളത് അസെൻഡിങ് ഓർഡറിലല്ലേ. ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. ഇപ്പോൾ കുറേ സംഖ്യകൾ നിങ്ങൾക്ക് പറക്കിയിട്ട് തരിക, അതിനകത്തിലേക്ക് ഏറ്റവും ചെറുത് ആദ്യമേ പറക്കി എഴുതുക. പിന്നെ അതി വലുത്, അതി വലുത്, അതി വലുത്, ഏറ്റവും വലുത് ലാസ്റ്റ് എഴുതുക. അപ്പോൾ ഡിസെൻഡിങ് എന്താ കുഞ്ഞുങ്ങളെ? ഡിസെൻഡിങ് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും വലുത് ബിഗിനെ ആദ്യം എഴുതുക, പിന്നെ അതി ചെറുത്, അതി ചെറുത്, അതി ചെറുത്, സ്മാൾ, ഏറ്റവും സ്മാള് അവസാനം എഴുതുക. ഇത്രയേ ഉള്ളൂ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ്. ഇത് ഇത് 1ാമത്തെ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ ചോദിക്കും. കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതാണ് ഇങ്ങനെ ആരോ മാർക്ക് ഇടുന്നത്. അതായത് വലിയ സംഖ്യ ഇപ്പോൾ 9 ഇങ്ങനെ വരയിട്ടിട്ട് 4, വലുത് ഏതാണോ അതിൻ്റെ അടുത്തോട്ട് കണ്ട് ഇങ്ങനെ വാ തുറന്നിരിക്കുന്നതാണ് കേട്ടോ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇത് എളുപ്പവഴി മാത്രം ഞാൻ പറയാമെന്ന് നിങ്ങളെ, സമയപരിധി കൊണ്ട്. എന്താണ്? ഏതാണോ വലിയ ഡിജിറ്റ്, ഇപ്പം നോക്കി 290 ഏതാണോ വലുതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തോട്ട് വാ തുറന്നിരിക്കുന്നതിനെയാണ് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അസെൻഡിങ്, ഡിസെൻഡിങ്, കമ്പയർ കേട്ടോ. ഇത് ഇത്രയും നിങ്ങൾ തെറ്റിക്കത്തില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഞാൻ എന്നാലും പറഞ്ഞുതരാം. ഇപ്പോൾ ചോദിക്കുമോ നിങ്ങളെ, നോക്കിയേ 10,000-ൽ എത്ര 10,000-ൽ എത്ര ടെൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? ഇതിനൊരു ക്ലൂ ഉണ്ട്. ടെൻസിന് 1 0ആണ്. അപ്പം ആ 1 0 പോയിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ടോ അതങ്ങ് എഴുതണം കേട്ടോ. ഇപ്പോൾ 1,00,000-ൽ എളുപ്പം നോക്കിക്കോണേ. 1,00,000-ന് 5 0 ആണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ. 1,00,000-ൽ എത്ര 1000 ഉണ്ടെന്ന് നിങ്ങളോട് ചോദിക്കുക. എത്ര 1000 ഉണ്ട്? 1000-ന് എത്ര? 3 0. ആ 1, 2, 3 0 കട്ട് ചെയ്താൽ ബാക്കി എത്ര ആണോ വരുന്നത് അതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മളോട് എത്ര ആണോ ചോദിക്കുന്നത്. ഇപ്പോൾ ടെൻസ് ആകുമ്പോൾ ടെൻസിന് 1 0, ഇവിടെ 1 0 കട്ട് ചെയ്തിട്ട് ബാക്കി അങ്ങ് എഴുതിയാൽ മതി. 1000 ആണോ ചോദിക്കുന്നത്, നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. 1000 ആ ചോദിക്കുന്നെങ്കിൽ 1000-ന് 3 0 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ആണോ കിടക്കുന്നത് അതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം 100-നകത്തിൽ എത്ര വൺസ് ഉണ്ട്? 100-ൽ എത്ര വൺസ് ഉണ്ടോ നിങ്ങളെ? 100-നകത്തിൽ 100 വൺസ് തന്നെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഓർത്തോണേ. എത്ര വൺസ് ആണോ ചോദിക്കുന്നത് അത് ആ തന്നിരിക്കുന്ന സംഖ്യ തന്നെ എഴുതണം കേട്ടോ. 1000-ൽ എത്ര 10 ഉണ്ടെന്ന് ചോദിച്ചാലോ, എത്ര 10 ഉണ്ട്? 10-ന് 1 0 അല്ലേ. അപ്പോൾ 1 0 പോയി കഴിഞ്ഞാൽ 100 കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. ഇത് നല്ലപോലെ പഠിക്കണം നിങ്ങളെ. സമയം ഒരുപാടാകുന്നുണ്ട്. നമ്മുടെ ക്ലാസ് നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ഇതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും ചെയ്തത്. ഇത് എന്താ? അപ്പോൾ നമ്മൾ നമ്പർ ഡേ പഠിച്ചു, ഇന്ത്യൻ സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം, ലാർജസ്റ്റ്, സ്മാളസ്റ്റ്, പ്ലേസ് വാല്യൂ, എക്സ്പാൻഡ്, റൗണ്ട് ഓഫ്, എന്താ റോമൻ നമ്പർ, റൗണ്ട് ഓഫ് പഠിപ്പിച്ചില്ലോ ഞങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ റൗണ്ട് ഓഫ് നമുക്ക് പറ്റത്തില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതിനകത്ത് റൗണ്ട് ഓഫ് ചെയ്യാൻ എടുത്തില്ല, സമയപരിധി ഒരുപാട് സമയമാവുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്, ഞാനത് ഒന്നുകൂടി ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.